ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 31 ശ്ലോകം 2. ഒന്നാമത്തെ ശ്ലോകത്തിൽ മഹാബലി തൻ്റെ യാഗശാലയിലേക്ക് വന്ന അതിഥിയായിട്ടുള്ള ബ്രാഹ്മണകുമാരനോട്, വാമനമൂർത്തിയോട് പറഞ്ഞു, എന്താണ് അവിടത്തേക്ക് വേണ്ടത്? അങ്ങയെ പൂജിക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ മഹത്വം, എൻ്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് അങ്ങേക്ക് ഭക്ഷണമാണോ, ഗൃഹമാണോ, ഭൂമിയാണോ, അതോ ആനയോ രഥമോ ഒരു ദ്വീപ് തന്നെ വേണോ? എന്തു തന്നെയായാലും ഞാൻ തരും. കാരണം ഞാൻ ലോക ഈശ്വരനാണ്, സകല ലോകവും എൻ്റെ കീഴിലാണ്. ഞാൻ വിചാരിച്ചാൽ ആർക്കും എന്തും കൊടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് എൻ്റെ പാരമ്പര്യം. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ശ്ലോകത്തിൽ മഹാബലിയുടെ മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദനോ അച്ഛനായിട്ടുള്ള വിരോചനനോ ഇല്ലാത്ത അഹങ്കാരം മഹാബലിയിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഇനി ഇത് വർദ്ധിക്കാൻ അനുവദിക്കാൻ പാടില്ല. കാരണം വലിയൊരു വംശത്തിൻ്റെ തുടർ അവകാശിയാണ് ഈ മഹാബലി. അതുകൊണ്ട് അദ്ദേഹത്തിനെ അഹങ്കാരത്തിൽ നിന്നും രക്ഷിക്കണം എന്ന് തന്നെ കരുതി. അങ്ങനെ ആദ്യം തന്നെ ആ കുലത്തെയും പിതാക്കന്മാരെയും ഒക്കെ പ്രശംസിച്ചു. അതിനുശേഷം എനിക്ക് എൻ്റെ കാലുകൊണ്ട് എടുക്കുന്ന 3 അടി മണ്ണ് മാത്രമേ വേണ്ടൂ രാജാവേ എന്ന് പറഞ്ഞു. അഹങ്കാരം മറ്റെല്ലാ ഗുണങ്ങളുടെയും ശോഭ കുറയ്ക്കുകയാണ്. ഈ ഭൗതികമായിട്ടുള്ള ഐശ്വര്യം വരും പോകും, ഉറപ്പായിട്ടും അത് നിലനിൽക്കില്ല. അതുകൊണ്ട് അതിൽ മതിക്കരുത്. ഉള്ളതൊക്കെ അനുഭവിക്കാം. രാമായണത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വിധികൃതം വന്നിട്ടുള്ള ഭോഗങ്ങളെ അനുഭവിക്കാം, യാതൊരു വിഷമവുമില്ല. പക്ഷേ ഭോഗത്തിനായിക്കൊണ്ട് ആഗ്രഹിക്കരുത് എന്നാണ്. ഭഗവാനെ മാത്രമേ ആഗ്രഹിക്കാൻ പാടുള്ളൂ. അങ്ങനെ ആദ്യം തന്നെ മഹാബലിയെ പ്രശംസിച്ച് പറയാണ്, ഇവരുടെയൊക്കെ കുലത്തിൽ ജനിച്ച അങ്ങേക്ക് ചേർന്നത് തന്നെയാണ് ഈ മഹാമനസ്കത. അങ്ങ് പറഞ്ഞു ഞാൻ ത്രിലോകാധിപതിയാണ് എന്ന്. അപ്പോൾ എന്ത് വേണമെങ്കിലും തരാൻ സാധിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കതൊന്നും വേണ്ട. അപ്പോൾ മഹാബലി പറഞ്ഞു, അങ്ങനെ പറയരുത്, എന്ത് വേണമെങ്കിലും ചോദിക്കണം. കാരണം മഹാബലിയുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് ഇനി ഒരാളുടെ അടുത്ത് പോയി ചോദിച്ചു എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ആ മഹാബലി എന്താ തന്നേന്ന് വല്ലവരും ചോദിച്ചാൽ വലിയ കാര്യം പറയണ്ടേ. അതുകൊണ്ട് മാത്രമല്ല, ഭാവിയിലേക്കൊക്കെ എന്തെങ്കിലും വേണ്ടേ. കുട്ടി ബുദ്ധി ഇല്ലാണ്ട് അങ്ങനെ പറയരുത്. ഒരു ദ്വീപ് വേണോ? അത് തന്നെ ഞാൻ തരും. എന്തായാലും ഇത് ഹരിയാണ്, മുഴുവനും ഹരിച്ചെടുക്കാൻ വന്നതാണ് എന്നൊന്നും അറിയാതെ മഹാബലി ഇങ്ങനെ പറഞ്ഞു. അത് അവസാനം മേൽപ്പത്തൂർ പറയുകയാണ്, അല്ലെങ്കിലും ഭഗവാനെ, എല്ലാം ഉള്ള അങ്ങയുടെ മുന്നിൽ വന്നിട്ട് എന്താ വേണ്ടേ എന്ന് ചോദിക്കണത് കുറച്ച് കഷ്ടം തന്നെയല്ലേ. മാത്രമല്ല, ഒരു വീട്ടിൽ പോയിട്ടിപ്പോൾ എന്തെങ്കിലും തരണേ എന്ന് പറയുമ്പോൾ ഗൃഹനാഥൻ പറയാണ്, എന്ത് തന്നെ ചോദിച്ചാലും ഞാൻ തരും, എന്താ വേണ്ടതെന്ന് ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ അങ്ങയുടെ ഈ വീടും അങ്ങേക്കുള്ളതെല്ലാതും എനിക്ക് തരണമെന്ന് പറയാൻ പാടുമോ? അത് മറ്റുള്ളവരെ പരിഹസിക്കില്ലേ എങ്ങനെയൊക്കെ പറഞ്ഞാൽ? അതുകൊണ്ട് എനിക്ക് 3 അടി ഭൂമിയെ വേണ്ടൂ എന്ന്. അങ്ങനെ അതുകൊണ്ടായിരിക്കാം ഭഗവാൻ അങ്ങനെ പറഞ്ഞതെന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. ശ്ലോകം നോക്കാം. താം അക്ഷീണാം ബലിഗിരം ഉപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമന ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസിധ ത്വം സർവം ദേഹീദിതു നിഗദിതേ കസ്യ ഹാസ്യം ന വാ സ്യാത്. അർത്ഥം, അക്ഷീണാം, മഹാബലിയുടെ ശക്തമായിട്ടുള്ള ആ വാക്കുകൾ, താം ബലിഗിരം, ആ മഹാബലി വചനത്തെ, എന്തു വേണമെങ്കിൽ കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ആ ഉറപ്പോട് കൂടിയിട്ടുള്ള ആ വാക്കിനെ, ബലിഗിരം, ബലിയുടെ വാക്കുകളെ, ഉപാകർണ്യ, കേട്ടിട്ട്, കാരുണ്യപൂർണ അഭി, ഭഗവാൻ വാമനമൂർത്തി വാസ്തവത്തിൽ കാരുണ്യം നിറഞ്ഞിട്ടുള്ള ആളാണ്, കാരുണ്യ സിന്ധുവാണ്. അഭി, എങ്കിലും, ത്വം അസ്യ ഉത്സേകം ശമയിതുമന, അവിടെ നിന്ന് ആ മഹാബലിയുടെ ഉത്സേകം എന്ന് പറഞ്ഞാൽ അഹങ്കാരം,
അഹങ്കാരത്തെ ശമയിതും ഇല്ലാതാക്കണം എന്ന് മന കരുതിയിട്ട് ദൈത്യവംശം പ്രശംസൻ, ആദ്യം തന്നെ അദ്ദേഹത്തിനേക്കാളും വലിയ ആൾക്കാരാണ് മുൻപുണ്ടായിരുന്നത് എന്നും ആ വംശത്തിലുള്ള മഹാബലിക്ക് അങ്ങനെ എന്നെ പെരുമാറാൻ സാധിക്കുള്ളൂ, അത് വംശത്തിൻ്റെയും കൂടി മഹത്വമാണ് എന്ന് പ്രശംസിച്ചു. ദൈത്യവംശം പ്രശംസൻ, അദ്ദേഹത്തിൻ്റെ കുലത്തിനെ പ്രശംസിച്ചു. പാദത്രയ പരിമിതാം ഭൂമിം പ്രാർത്ഥയാമാസിധ, എന്താ വേണ്ടത് എന്നുള്ളതിന് ഉത്തരം പറയാണ്. 3 കാലടി മണ്ണ് മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞു. സർവം ദേഹീതി, പിന്നെയാണ് ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണ്. മുഴുവൻ തരൂ, സർവം ദേഹി എന്ന് പറഞ്ഞാൽ നിഗദിതേതു പറയുകയാണെങ്കിലോ കസ്യവാഹാസ്യം ന സ്യാത്, എല്ലാവരും പരിഹസിക്കില്ലേ, ആരാണ് പരിഹസിക്കാതിരിക്കുക? അതുകൊണ്ടായിരിക്കും അല്ലേ ഈ കുഞ്ഞിക്കാലോണ്ട് 3 അടി മാത്രം മതി എന്നവിടുന്ന് മഹാബലിയോട് പറഞ്ഞത്. താമക്ഷീണാം ബലിഗിരം ഉപാകർണ്യ, ഞാൻ വലിയവനാണ് എന്നുള്ള ആ ശക്തിയോട് കൂടിയിട്ടുള്ള മഹാബലിയുടെ വാക്കുകളെ കേട്ടിട്ട് കാരുണ്യപൂർണോ അഭി, കാരുണ്യ സിന്ധുവാണെങ്കിൽ കൂടി അസ്യ ഉത്സേകം ശമയിതുമന, തൻ്റെ ഭക്തൻ്റെ പൗത്രനായിട്ടുള്ള, അല്ലെങ്കിൽ മഹാബലി മഹാത്മാവ് തന്നെയാണ്, അങ്ങനെയുള്ള മഹാബലിയുടെ ഉത്സേകം അഹങ്കാരം ശമയിതും ശമിപ്പിക്കണം എന്ന് മന കരുതിയിട്ട് ദൈത്യവംശം പ്രശംസൻ, നിൻ്റെ കുലത്തിലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാളും ഗംഭീരന്മാരായിരുന്നു എന്ന് പ്രശംസിച്ചുകൊണ്ട് ഭൂമിം പാദത്രയ പരിമിതാം, 3 അടി ഭൂമി മാത്രം ആവശ്യപ്പെട്ടു. പ്രാർത്ഥയാമാസീത, ചോദിച്ചത് അതുമാത്രമാണ്. ത്വം സർവം ദേഹീതിതു, അങ്ങനെയല്ല അങ്ങ് എല്ലാം തരിക, അതാണ് ചെയ്യാൻ പോണതെങ്കിൽ കൂടി സർവവും തരിക, സർവം ദേഹി ഇതി അങ്ങനെ പറഞ്ഞു, തു എങ്കിൽ കസ്യ ഹാസ്യം നവാസ്യാത്, ആരാണ് അത് പരിഹസിച്ച് ചിരിക്കാതിരിക്കുക? അതുകൊണ്ടാണല്ലേ എന്ന് പറയാണ്. താമക്ഷീണാം ബലിഗിരം ഉപാകർണ്യ കാരുണ്യപൂർണോപി അസ്യോത്സേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയ പരിമിതാം പ്രാർത്ഥയാമാസിധ ത്വം സർവം ദേഹീതിതു നിഗദിതേ കസ്യ ഹാസ്യം നവാസ്യാത്. എല്ലാം ഹരിച്ചെടുക്കാനാണ് ചെന്നിട്ടുള്ളത്, എന്തു വേണമെങ്കിൽ തരാമെന്ന് ബലി പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് വാങ്ങാൻ പാടില്ലല്ലോ, ആളുകൾ പരിഹസിക്കില്ലേ, അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ പറയാതിരുന്നത്. മാത്രമല്ല പിതാവിനോ മുത്തച്ഛനോ ഇല്ലാത്ത വിധം അഹങ്കാരം ബലിയിലേക്ക് കടന്നുകൂടിയതായി കണ്ടപ്പോൾ അത് ഒന്നുകൂടി കൂടട്ടെ, ഇളക്കി ഉറപ്പിക്കുക പറയില്ലേ, ഒന്നും കൂടി ഉറപ്പിച്ചിട്ടില്ലാതാക്കാം എന്ന് കരുതിയിട്ടാണ് മഹാബലിയെ പ്രശംസിക്കുന്നത്. ഇവിടെ ഈ ഉദാരമായിട്ടുള്ള ദാനശീലവും അല്പം അഹന്ത കലർന്നതാണ്. അതുകൊണ്ട് തൻ്റേതാണ് മമത, താൻ വലിയവനാണ് എന്നുള്ള ആ അഹന്ത, തൻ്റെ ഭക്തന് ചേരാത്ത ഈ ഭാവങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്തത്. എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാർക്ക് വിഷമങ്ങൾ വരുന്നത് ഇതുകൊണ്ടാണ്. അതൊക്കെ അങ്ങോട്ട് മാറിപ്പോട്ടെ, ഒഴിഞ്ഞു പോട്ടെ എന്ന് തന്നെ കരുതിയിട്ടാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് മഹാബലി ദർപ്പ